Good morning to one and all present here, our honored Lissy Management, Chief Guest and Guest of Honor, all treasured invitees, our dear principal and faculties. The world is full of diamonds and gems, and we are having some of them here today to build this event. Yes, of course, our starling students and their parents. Once again, I welcome each and everyone on behalf of this entire Lissy community. Prayer works wonders. Prayer should spring from the heart. Thinking of that supreme power who made all this possible, let's start this function through a prayer song. സത്യമാം ശുദ്ധ സ്നേഹമാം ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും പാരിലാടും ബഹിരരായോടെ സ്നേഹിപ്പാൻ ശക്തി നൽകണം സത്യദന്മാതി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. Next, I would like to call upon our dear principal, Dr. Shabir S. Iqbal, a seasoned scholar and navigator. We hope that with your energy, enthusiasm, and focus on education and learning, our institute achieves greater excellence. I welcome you, sir. Thank you, Anita Miss. Good morning. Welcome all. Most respected Reverend Father Dr. Paul Karaden, Director Lissy Hospital and Lissy Medical Education Institutions, and Assistant Director Reverend Father George Telekad, and Director, Post Director, and Senior Consultant Nephrology Department Dr. Babu Francis sir, my dear colleagues and respected parents, dear newcoming students. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും കോവിഡ് പാൻഡമിക്കിൽ നിന്ന് സുരക്ഷിതരാണെന്ന് കരുതുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. 10 അല്ലെങ്കിൽ 3-4 പതിറ്റാണ്ടുകളായിട്ട് ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ ലിസി ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സുകളും ചിലപ്പോൾ ഡിഗ്രി കോഴ്സുകളൊക്കെ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കോളേജ് എന്ന നിലയിലേക്ക് നമ്മൾ മാറി കഴിഞ്ഞിട്ട്, അതുപോലെ ഒരു വ്യവസ്ഥാപിതമായ നിലയിലെ കോളേജ് സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ആ വർഷത്തിനിടയിൽ തന്നെ ഏകദേശം 4ാമത്തെ കോഴ്സുമായിട്ട്, പുതിയ കോഴ്സുമായിട്ടാണ് ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് മുന്നോട്ട് വരുന്നത്. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ടെക്നോളജി, കേരള ഗവൺമെന്റും മറ്റു എല്ലാ അംഗീകാരങ്ങളുമുള്ള 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ. ഓൾറെഡി ഇവിടെ 4 വർഷത്തെ MLT കോഴ്സുകളുണ്ട്, BSc MLT ഉണ്ട്, അതേപോലെ കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 2003 മുതൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് 17 വർഷങ്ങളൊക്കെ ആയിട്ട് നടന്നു വരുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഡയാലിസിസ് പഠിച്ചിറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റും, അതേപോലെ ഇതിന്റെ കോഴ്സ് ഡയറക്ടറുമായുള്ള ഡോക്ടർ ബാബു ഫ്രാൻസിസ്, അതുപോലെ നിങ്ങളുടെ അധ്യാപകനാകുന്ന ഡോക്ടർ ജോസ് പോൾ സാർ, അതുപോലെ നിങ്ങളുടെ കോർഡിനേറ്റർ ആയി വരുന്ന സിസ്റ്റർ ഡാറിയ, അതുപോലെ അവിടുത്തെ ടെക്നീഷ്യൻസ്മാർ, ഇവിടെയൊക്കെ ഒരു ഐക്യം എന്ന ഇവരുടെ ഒരു ക്വാളിറ്റിയുള്ള വർക്കിന്റെ ഫലമായിട്ടാണ് അത്തരം റിസൾട്ടുകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ, ആ ക്വാളിറ്റി റിസൾട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രകാലം സാധിച്ചു കൊണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ, ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളും പാരന്റ്സിനെ മുൻനിർത്തി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായി മാറിയിട്ടില്ല. നിങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇത്തരം കോഴ്സുകൾ പഠിക്കണമെന്ന് കുട്ടികളെ നിർദ്ദേശിക്കുകയും അവർ താല്പര്യപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കണമല്ലോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിന് ഉപോത്ബലമായിട്ട് വരുന്ന എല്ലാ അക്കാദമിക്, അതേപോലെ ക്ലിനിക്കൽ പരിശീലന സൗകര്യങ്ങളും ഞങ്ങളുടെ ലിസി ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഫഷണലുകളായി മാറും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലിസി വെബ്സൈറ്റും ലിസി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടവരൊക്കെ ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് കെയർ വിത്ത് ലവ് ആണ്. അതായത് സ്നേഹത്തോടെയുള്ള പരിചരണമാണ്. വെറും ക്വാളിറ്റിയുള്ള പ്രൊഫഷനുകളെ ഇറക്കി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. അതിലുപരി നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു പക്ഷേ തന്റെ ജീവിതത്തെക്കാൾ, തന്റെ ജീവനേക്കാൾ
പേഷ്യന്റിന് രോഗിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്താ പറയാ ആത്മാർത്ഥതയും സ്നേഹവും കാരുണ്യവും ഒക്കെയുള്ള അങ്ങനെ ഒരു മനോഭാവമുള്ള ഒരു പ്രൊഫഷണലെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ലിസി ഹോസ്പിറ്റലിന്റെയും ലിസി കോളേജ് ഓഫ് ഡയലിസിന്റെയും അടിസ്ഥാന ലക്ഷ്യം. കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനും കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതിന് നമുക്ക് അനുവാദം തരികയും അതുപോലെ ലിസി ഹോസ്പിറ്റലിന്റെയും ലിസി കോളേജ് ഓഫ് ഡയലിസിന്റെയും എല്ലാ നല്ല കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചാലും ഏറ്റവും പൂർണ്ണ പിന്തുണ മാത്രമല്ല ഇൻസ്പിറേഷൻ കൂടിയായി നിൽക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ പോൾ കരേഡൻ അച്ഛനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും എന്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഫാദർ. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ യുവത്വത്തിന്റെ എനർജിയും അതുപോലെ ദീർഘവീക്ഷണവും അതുപോലെ നല്ല വീക്ഷണകോണുമുള്ള എല്ലാ കാര്യങ്ങൾക്കും വന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സർവാത്മന പിന്തുണ നൽകുകയും ചെയ്യുന്ന ഏറ്റവും സ്നേഹമുള്ള ബഹുമാന്യനായ ഞങ്ങളുടെ പ്രിയങ്കരനായ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് തേലക്കാട്, അദ്ദേഹത്തെയും അച്ഛനെയും ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഫാദർ. അതുപോലെ നമ്മുടെ ബഹുമാനായ ഡോക്ടർ ബാബു ഫ്രാൻസിസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇവിടെ ഡയാലിസിസ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ പല വർഷങ്ങളായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും നമുക്ക് പൂർണ്ണ വിജയം 100% പിടിക്കുന്നതും ഈ കോഴ്സിന്റെ ഡയറക്ടർ ആയിട്ടുള്ളതും ഡോക്ടർ ബാബു ഫ്രാൻസിസ് ആണ്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ പരിപാടി അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ ട്രയലിന് ജോലിക്കിടക്ക് പങ്കെടുക്കാൻ ഇല്ലായെങ്കിലും നിങ്ങൾ ഏവരെയും പരിചയപ്പെടുന്നതിനും നിങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ വലിയ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഡോക്ടറിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഡോക്ടർ. ഓക്കെ, താങ്ക് യു. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ കോളേജിനെ ഏറ്റവും നല്ല നിലയിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്കാദമിക്, നോൺ അക്കാദമിക് സ്റ്റാഫ്, ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ പ്രിയപ്പെട്ട കുട്ടികൾ, നാളെയുടെ ലിസി ഹോസ്പിറ്റലിന്റെയും അതേപോലെ രാജ്യത്തിന്റെയും ഭാവി വാഗ്ദാനങ്ങളായി ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, അവരുടെ താങ്ങും തണലുമായിട്ടുള്ള രക്ഷിതാക്കൾ എല്ലാവരെയും ഈ നല്ല സുദിനത്തിലേക്ക്, ഈ നല്ല നിമിഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. Thank you, Shubhi sir. What you are is God's gift to you, and what you make yourself is your gift to God. Today, we have a truly blessed and a gifted person, a truest shepherd of all the lambs, Reverend Father Dr. Paul Karaden, Director, Lisi Medical and Education Institution. We are really honored by your august presence. I humbly request you to inaugurate the function and to address the gathering. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഓക്കെ. ഏറ്റവും ബഹുമാനായ ഷബീർ സാർ, ബാബു ഡോക്ടർ, തേലക്കാട്ടച്ച, സ്റ്റാഫ് അംഗങ്ങളെ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രിയ കുട്ടികളുടെ മാതാപിതാക്കളെ, പല കോഴ്സുകളും ഇനാഗുറേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ സാധ്യത ലഭിക്കുന്നുണ്ട്. കോളേജും അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ സെൻറ്ററും മറ്റ് ഫാർമസി കോളേജും അവിടുത്തെ കോഴ്സുകൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലിസി എന്നുള്ളതിൽ അഭിമാനമുണ്ട്. ഷബീർ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി കുട്ടികളെ പരിശീലിപ്പിച്ച് അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് നിക്ഷിപ്തമായിരിക്കുന്ന വലിയ ഒരു ദൗത്യം. കെയർ വിത്ത് ലവ് സാറ് പറഞ്ഞു. സ്നേഹത്തോടുള്ള പരിചരണമാണ് ഞങ്ങളുടെ മോട്ടോ എങ്കിൽ ഇന്ന് ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യം, ലോകം മുഴുവൻ കാക്ഷിക്കുന്ന ഏറ്റവും വലിയ മൂല്യമാണ് സ്നേഹം. ആ സ്നേഹത്തോടുകൂടെ പരിചരിക്കാനായിട്ട് തയ്യാറാകുന്ന വാറിയേഴ്സാണ് ഇപ്പോൾ നമ്മളുടെ ഇവിടത്തേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരുടെ വെപ്പൺ ഈസ് ലവ്. സ്നേഹമാവുന്ന ഈ വെപ്പണുമായിട്ട്
അവര് ഏത് തരത്തിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ഓരോരുത്തരും സ്വപ്നം കാണണമെന്ന് ഞാൻ പറയുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോകാനായിട്ട് നമ്മൾ പോകാറുണ്ട്. സന്തോഷമാണ്, പിക്നിക്ക് കാത്തിരിക്കും. ആ പിക്നിക്ക് നമുക്കറിയാൻ പാടില്ല എവിടേക്കാ കൊണ്ടുപോകണേ. മിക്കവാറും ടീച്ചർ പറയും ഇന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അത് ടീച്ചർ പറയുന്ന പോലെ കേൾക്കും. 10, 11, 12 ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇപ്പം നിങ്ങളുടെ പ്രായത്തിൽ ഒരു പിക്നിക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാൻ പോണത് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി. കാരണം നിങ്ങൾക്ക് ചോയ്സുകളായി കഴിഞ്ഞു. അല്ലാണ്ട് ടീച്ചർ പറയുന്നിടത്തേക്ക് അല്ല നിങ്ങൾ പോവുക. ഞങ്ങൾക്ക് അങ്ങോട്ടാണെങ്കിൽ ഞങ്ങളില്ല, ഇങ്ങോട്ടാണെങ്കിൽ ഞങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ മാറ്റം വന്നതിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നു, ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രയാണം ചെയ്യുന്നു. അതാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ, പ്രത്യേകിച്ച് ഈ ടീനേജർ ഏരിയയിലേക്ക് നിങ്ങൾ കടക്കുമ്പോഴേക്കും 17, 18 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ധാരണകളുണ്ട്. വാട്ട് യു ആർ ആൻഡ് വാട്ട് യു ക്യാൻ ബി. അതാണ് നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഐഡന്റിറ്റി ഫോർമേഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. എക്സ്പ്ലോറിങ് വാട്ട് യു ആർ ആൻഡ് എക്സ്പ്ലോറിങ് വാട്ട് യു ക്യാൻ ബി. ഇത് 2 തിരിച്ചറിയുന്നവർക്ക് നമുക്ക് ഏറ്റവും നല്ല ഐഡന്റിറ്റി ഫോം ചെയ്യും, വ്യക്തിത്വം രൂപീകരിക്കപ്പെടും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ നാളുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ സയൻസ് ആണോ, ഹിസ്റ്ററി ആണോ, ലാംഗ്വേജസ് ആണോ, അപ്പൊ അങ്ങനെയുള്ള ഓരോ ലെവലുകളിൽ നിങ്ങൾ മനസ്സിലാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ താല്പര്യങ്ങൾ ഉണ്ടെന്നും ആ താല്പര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് എവിടേക്ക് എത്താൻ പറ്റും എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് വളർന്നെത്താനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി യുവർ ചോയ്സ്. ഇത്ര നാളും വേറെ ആരെങ്കിലും ചൂസ് ചെയ്ത് തന്നെങ്കിൽ now you know what is your choice and what you are aiming at and where you are moving toward. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു നല്ല സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും നല്ല പ്രോഗ്രാമുകളാണ്. ഞാൻ ഈ ആശുപത്രിയുടെ ഡയറക്ടർ ആയതുകൊണ്ടും ഈ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ നോക്കുന്നത് നമുക്ക് എങ്ങനെ ലാബിലേക്കും മറ്റു തരങ്ങളിലേക്കും ടെക്നീഷ്യൻസിനെയും ടെക്നോളജിസ്റ്റിനെയും ഡോക്ടർമാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പാൻഡമിക് ടൈമിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ്. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ജോലിയുണ്ട്. അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ജോലി ചെയ്യാനും, അത് മാത്രമല്ല ഇനി നാട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്രമാത്രം സാഹചര്യങ്ങളാണ് ഈ തൊഴിൽ നമ്മൾ അല്ലെങ്കിൽ ഈ പഠനം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ആർ ഷുവർ ദാറ്റ് യു വിൽ ബി റിക്രൂട്ടഡ് ആൻഡ് യു വിൽ ബി പ്ലേസ്ഡ് ഇൻ എ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കില്ല. അപ്പോൾ ജോലി കിട്ടാതിരിക്കാവുന്ന അത്രയും സെക്യൂരിറ്റി ഉള്ള, അത്രയും സാധ്യതകളുള്ള ഒരു കോഴ്സിൽ വന്ന് പങ്കുകൊള്ളുമ്പോൾ ഭാവി നശിപ്പിക്കണമെങ്കിൽ സാധ്യതകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഈ പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട, ഉഴപ്പണമെങ്കിൽ ഉഴപ്പാം, വഴിതെറ്റി പോകണമെങ്കിൽ വഴിതെറ്റി പോകാം, ഇതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി നിങ്ങളുടെ ഭാവി കോയിൻ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഇത്ര നാളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇന്ന വഴിക്ക് പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ നടത്തിയ മാതാപിതാക്കളാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഇവിടേക്ക് എത്തിപ്പെട്ടാൽ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ദൈവമേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. അത്രയും ആത്മവിശ്വാസത്തോടും സ്വപ്നങ്ങളോടും കൂടിയാണ് മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ദേ നോ യുവർ കപ്പാസിറ്റി. നിങ്ങളുടെ ടീച്ചർമാർക്ക് അറിയുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാം എൻ്റെ മകള്, എൻ്റെ മകൻ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളാണ്.
അവന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് എത്തേണ്ടടുത്തേക്ക് എത്താൻ സാധിക്കും. മാതാപിതാക്കളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തുമാത്രം സൗകര്യങ്ങളുടെ കുറവിൽ പഠിച്ച് ഇത്രമാത്രം വളർന്നെത്തിയേക്കുന്നത്. നിങ്ങൾ പപ്പയുടെ മമ്മിയുടെ അടുത്ത് അല്ലെങ്കിൽ ഡാഡിയുടെ മമ്മിയുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചോദിക്കണം, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിച്ചോടത്തേക്ക് പഠിക്കാൻ പറ്റിയോ, അതിന് സാധ്യതകൾ ഉണ്ടായോ, അല്ലെങ്കിൽ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് നിങ്ങൾ ഇരുന്ന് ചോദിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളൊന്നും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തരുന്ന സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ കുറവും അതിനൊരു ഭാഗമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരുടെ അധ്വാനവും അവർ നിങ്ങളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഉഴപ്പാൻ തോന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തോന്നില്ല. മാതാപിതാക്കൾ നിങ്ങളും കൂടി കണ്ട സ്വപ്നങ്ങൾ ഒരുമിച്ച് സഫലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദ ഡ്രീം വിൽ കം ട്രൂ എന്ന് പറയാം. അതുകൊണ്ട് ആ ഡ്രീം കം ട്രൂ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്ന ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ വി ആർ നോട്ട് ജസ്റ്റ് ക്രിയേറ്റിംഗ് പ്രൊഫഷണൽസ്, വി ആർ ക്രിയേറ്റിംഗ് human beings who are excellent people who can care people with love. അതുപോലെയുള്ള അത്രയും നല്ല ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിട്ട് മാറ്റുന്നത് നമുക്ക് സമൂഹത്തിന് നന്മയ്ക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ ഇന്റഗ്രൽ ഫോർമേഷനാണ് നമ്മൾ മനസ്സിൽ കാണുക. ഒരിക്കലും ഒരു പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ജീവിക്കാമെന്ന് മാത്രമല്ല നോക്കുന്നത്, അവരെ ഏറ്റവും നല്ല പൗരന്മാരായിട്ട് രാജ്യത്തിന് സമർപ്പിക്കാവുന്ന വലിയ ദൗത്യമാണ് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഈ ദൗത്യത്തിന് നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണം. മാതാപിതാക്കളൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ ഷബീർ സാറിനൊക്കെ പറഞ്ഞ ആൻ എക്സലന്റ് പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു സാറ് കിട്ടാന്ന് പറഞ്ഞാൽ അതിനൊരു ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുക. ഈസ് ലൈക്ക് എ ഫാദർ ആൻഡ് എ ഫ്രണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് അത്രമാത്രം നല്ല രീതിയിൽ സഹകരണമുണ്ട്. അതിനോടൊപ്പം തന്നെ സാറിന്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനെ അതുപോലെ തന്നെ സ്റ്റാഫ് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ദേ വർക്ക് ടുഗദർ ആസ് എ ഫാമിലി. അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരുടെ ഗൈഡൻസ് ഒക്കെ സ്വീകരിച്ച് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. അതുപോലെയൊക്കെ നിങ്ങൾ കാണും, ഇവിടെ വന്നൊക്കെ കാണുമ്പോൾ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ ബാബു. ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ട് ജനങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ ഹൗ വി ക്യാൻ ഷെയർ ലവ് വിത്ത് പീപ്പിൾ ഹു നീഡ് ഹെൽപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജോസ് സാറ് ഇവരൊക്കെ നിങ്ങൾ കൂടുതൽ ആൾക്കാരൊക്കെ നിങ്ങൾ കാണും. അവരൊക്കെ നന്നായിട്ട് വലിയ മോഡലുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഷബീർ സാറ് പറഞ്ഞു, യുവത്വം തുളുമ്പി നിൽക്കുന്ന ഡയറക്ടറാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാർജ് ആയിട്ടുള്ളത് ജോർജ് തേലക്കാട്ട് അച്ഛൻ. അച്ഛനും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളിലും ഇടപെടും. നിങ്ങളുടെ ആവശ്യങ്ങൾ അതീവ തീക്ഷ്ണതയോടുകൂടെ എൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ അത്രയും താല്പര്യം കാണിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടുത്ത ബന്ധമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ലോക്ക്ഡൗൺ രണ്ടാമത് വന്നത്. നമ്മൾ ഒരു മാസം മുമ്പ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഈ മാസം ലോക്ക്ഡൗൺ ഉണ്ടാകും. എന്നാലും ഞാൻ നിങ്ങളോട് പറയുക, നമുക്ക് വാട്ട് എവർ സിറ്റുവേഷൻ വി ആർ ഇൻ, വി ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളെ ക്യാമ്പസിൽ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും പഠിക്കാനും സഹായിക്കാനും വളരാനും ഒക്കെ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വർഷത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you so much, Father. My wish isn't to mean everything to everyone, but something to someone. Here, I invite Reverend Father George Telakat, Assistant Director,
Lissy Medical and Education Institutions to grace the occasion by his words. മോർണിംഗ് ടു ഓൾ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഓൺലൈനായിട്ട് ഈ മീറ്റിംഗിൽ പങ്കുചേരുന്നതിൽ. നമ്മുടെ ഈ വർഷത്തെ DMLT DDT 2 ഡിപ്ലോമ കോഴ്സുകൾ ഈ ഒരു മീറ്റിംഗോട് കൂടി ഡയറക്ടർസിന്റെ സംഭാഷണത്തോടു കൂടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നമ്മുടെ ഒരു കരിയർ, ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടി പരിഗണിക്കാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്സ്, മറ്റുള്ളവരുടെ ആരോഗ്യത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളും കൂടി തയ്യാറാണെന്ന് പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ വീട്ടുകാർക്ക് അഭിമാനിക്കാം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കുട്ടികൾ ഒരുപാട് പേര് കടന്നു വരുന്നു. സ്വന്തം ജീവിതത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതം കൂടി നിങ്ങളുടെ ഒരു കൺസേൺ ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, മാനവരാശിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഏറ്റവും ഉത്സാഹത്തോടു കൂടെ ഈ കോഴ്സ് ആരംഭിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഡയറക്ടേഴ്സിനായിട്ടുള്ള കരയണ്ണച്ചനുണ്ട്, ബാബു സാർ നിങ്ങളോട് സംസാരിക്കും, ഷെബീർ സാർ ഉണ്ട്, നമ്മുടെ മറ്റ് ഫാക്കൽറ്റി അംഗങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് എത്രയും പെട്ടെന്ന് കൂടുകയും ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയും വേണം. ഓൺലൈനിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ ഏറ്റവും ഉത്സാഹത്തോടുകൂടി ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കാനും നിങ്ങളുടെ ജീവിതത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതങ്ങളും ഏറ്റവും പ്രത്യാശാനിർഭരമായ ജീവിതങ്ങളാക്കി മാറ്റാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you very much, Father, for sharing your thoughts with us. Next, I invite Dr. Babu Francis, HOD, Senior Consultant in Nephrology and Course Director of DDT, for his precious words of wishes on this day. Hello. Hello. ഹലോ സാർ, കേൾക്കാം. സംസാരിച്ചോട്ടെ. Okay, sir. സംസാരിക്കാം സാർ. Good morning, everybody. Dear Father Director, Father Dr. Paul Careden, Assistant Director Reverend Father George Telekat, our Principal Dr. Shabir Iqbal, and all the members of Lissy family who are all present here. Thank you for giving me this opportunity to speak to you on this day, on this auspicious day. And ഡയറക്ടർ അച്ഛനും ഡോക്ടർ ഷബീർ ഇക്ബാലും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അതിനൊത്ത് എൻ്റെ ജീവിതവും എൻ്റെ ജോലിയും മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഇന്ന് അഡ്മിഷൻ, ഇന്ന് നമ്മൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ പല കോഴ്സസിലേക്കുള്ള കുട്ടികൾക്ക് ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രത്യേക ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സിലോട്ട് കാലെടുത്ത് വെക്കുകയാണ്. കേൾക്കാവോ? Yes, sir. കോഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ച പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കില്ല ഇനി മുതൽ. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള ആ ഒരു വ്യത്യാസം ഇനിയുള്ള ഒരു അധ്യയന ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ലിസി ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് നമ്മുടെ ഡയറക്ടർ അച്ഛന്മാരും നമ്മുടെ കോഴ്സ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷബീറും നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഇവിടെയുണ്ട്. നന്നായിട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ടെക്നോളജി അതിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ടെക്നോളജിയുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അച്ഛൻ പറഞ്ഞ പോലെ കെയർ വിത്ത് ലവ്. നമുക്ക് ഏത് തരം പേഷ്യന്റും, എത്ര അഫോർഡബിൾ അല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ പോലും അവന് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മൾക്ക് ഇപ്പോൾ ലിസി ഹോസ്പിറ്റലുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ ഈ ഒരു അവസരം ഇവിടെ പഠിക്കുമ്പോഴും ഇവിടെ ജോലി ചെയ്യുമ്പോഴും ഈ അവസരം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ, നിങ്ങൾ ഏതുതരം കോഴ്സ് തിരഞ്ഞെടുത്താലും, ഇപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ഏതുതരം കോഴ്സ് ആയാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് തീർച്ചയായിട്ടും എക്സൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവനുസരിച്ച് ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ ഡോക്ടേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, ബാക്കി സ്റ്റാഫുകൾ ഉണ്ടാവും. എല്ലാവിധ സപ്പോർട്ട് തരുവാനായിട്ട് നമ്മുടെ ലിസി മാനേജ്മെന്റ്, ഡയറക്ടർ മുതൽ പ്രിൻസിപ്പൽ വരെ എല്ലാവരും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എല്ലാവരും വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ചിലർക്ക് ഈ നമ്മളിപ്പം പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു +2 അല്ലെങ്കിൽ ഈവൻ BSc കഴിഞ്ഞവരുണ്ടാകാതിരിക്കാം. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഡിഫറൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ആ തുടക്കത്തിൽ അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. നമ്മൾ ശരിയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ആ ഗൈഡൻസ് തരുന്നത് ശരിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ കോഴ്സിന് ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നമുക്കൊരു നല്ല പ്രൊഫഷണൽ ആയി തീരാൻ സാധിക്കും. ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇവിടെ നല്ലൊരു അധ്യയന വർഷങ്ങൾ ആശംസിച്ചുകൊണ്ട്, നന്നായിട്ട് പഠിക്കട്ടെ എന്നും ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നന്നായിട്ട് പഠിച്ച് നല്ലൊരു പ്രൊഫഷണൽ ആകാൻ ലിസിയുടെ ആ ഒരു മോട്ടോ, ദാറ്റ് ഈസ് കെയർ വിത്ത് ലവ് എന്നുള്ള ആ ഒരു മോട്ടോ മുമ്പിൽ വെച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you very much, sir. A teacher is a guide, an engineer, a philosopher. A true teacher, Mr. Harikumar, Associate Professor of Lisi College of Allied Health Sciences, is here with wonderful bouquets of gratitude. Harikumar sir, you can speak now. You can unmute your mic and speak. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ കേൾക്കാം. പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. ക്ഷമിക്കണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ ആരാധനായ പ്രിൻസിപ്പൽ ഡോക്ടർ ഷബീർ ഇക്ബാൽ, നമ്മുടെ ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടർ ബാബു ഫ്രാൻസിസ്, ഈ ഓറിയന്റേഷൻ ക്ലാസ് നയിക്കുന്ന നമ്മുടെ കോളേജിൽ ലെക്ചറായിട്ടുള്ള ജിഷ്മ മിസ്, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, ഇന്നത്തെ ഈ സുദിനം. ഹലോ ഹരികുമാർ സർ, സ്പീക്കർ മ്യൂട്ട് ആണല്ലോ. ഓക്കെ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് സാർ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത്, ഈ മഹനീയമായ സാന്നിധ്യത്തില് ഇങ്ങനെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇവിടെ ഇന്ന് തീർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ആദ്യമായിട്ട് നമ്മുടെ ഈ ചടങ്ങ് കൃത്യസമയത്ത് വളരെ വിശിഷ്ടമായ ഒരു ദൈവിക സാന്നിധ്യത്തോടുകൂടി തന്നെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഡയറക്ടർ ഡോക്ടർ
ഫാദർ പോൾ കാരേടൻ അച്ഛന് എൻ്റെ വ്യക്തിപരമായ പേരിലും ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിന്റെ പേരിലും ഉള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കരനായ അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ റവറൻ ഫാദർ ജോർജ് തേലേക്കാട്ട്. ഇദ്ദേഹം നമ്മുടെ കോളേജിൽ ഞാൻ അതോളം പറയുകയാണെങ്കിൽ ഒരുപാട് ആരും വ്യക്തമായ ധാരണ ഇല്ല, കാരണം ഞാൻ പുതിയൊരു അംഗം ലിസി ഫാമിലിയിൽ. എങ്കിൽ പോലും പരിമിതമായ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. വളരെ പ്രസന്നവദനായി മാത്രമേ അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ ഇതുവരെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മളോടെല്ലാം ഒത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ കാര്യത്തിലും കൃത്യമായി ഇടപെടുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഫാദർ ജോർജ് തേലേക്കാട്ടിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലുമുള്ള അഗേതവുമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഡോക്ടർ ബാബു ഫ്രാൻസിസ്, അദ്ദേഹത്തിന് ഇപ്പോ ഈ ഓൺലൈൻ മീറ്റിംഗിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എങ്കിൽ പോലും നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു നെടുന്തൂണായി നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ആ മഹനീയ വ്യക്തിത്വത്തിനെയും ഞാൻ ഈ വേദിയിൽ ഹാർദവമായിട്ടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിന്റെ ബാക്ക് ബോണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിലൊക്കെ ഞാൻ വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വമായിട്ട് നമ്മളെല്ലാം കരുതുന്ന, നമ്മൾക്കെല്ലാം അനുഭവവേദ്യമായിട്ടുള്ള നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷബീർ ഇക്ബാൽ സർ, അദ്ദേഹത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ കോളേജിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീടുള്ളത് നമ്മുടെ എല്ലാം സഹപ്രവർത്തകരായിട്ടുള്ള ജീഷ്മ മാഡം. ജീഷ്മ ഇവിടെ ഒരു ക്ലാസ് നയിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ കോളേജ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീഷ്മ മാഡത്തിനും എൻ്റെ വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കോളേജിന് വേണ്ടി മാന്യ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപക അനധ്യാപക ആയിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും മാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും കോളേജിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വന്നു ചേരാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, അത് ഡിപ്ലോമ മൾട്ടി ആണെങ്കിലും അതുപോലെ തന്നെ DDT ആണെങ്കിലും, ഈ 2 വിഭാഗത്തിലും വന്നു ചേർന്ന് പഠിച്ച് ഒരു ഭാവി കരുപ്പിടിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ നല്ല യുവത്വങ്ങളെ, അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഞാൻ ലിസി കോളേജിന്റെ പേരിലും അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ, ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഇവിടെ ഈ ചടങ്ങിന് പൊതുവായി എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കുമുള്ള നന്ദി ഞാൻ ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. An anthem is to rouse the spirits and uplift the souls. It enthuses us with pride for being a part of the institution, which makes us hold our heads high. It is now time to show the overwhelming feeling of loyalty and faith, which sums up in our anthem. Let's proudly be a part of it. രോഗ
Next, I would like to call upon Ms. Jishma Jose, lecturer, Lisi College of Allied Health Sciences. Your energy for learning students and their passions make you a wonderful addition. I welcome you to present the orientation class. Most respected Reverend Father Paul Carradine, Director Lisi, Medical Education, Father George Elcott, Assistant Director, respected Principal Dr. Shabir Iqbal, Dr. Babu Sir, and my dear colleagues and respected parents and my dear students. അക്കാദമിക് ഇയർ ഇനാഗുറേഷൻ ആണ് ഇന്നിവിടെ ഡയറക്ടർ അച്ഛൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ലിസി കോളേജിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ വിവിധ ഭാവുകങ്ങളും അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? വളരെ സ്ലോ ആയിട്ടാണ് വോയിസ് കേൾക്കുന്നത്, ലാഗിങ് ആയിട്ട്. ഇപ്പൊ കേൾക്കാവോ സർ? ഇപ്പൊ ഓക്കെ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കൃഷ്ണ മിസ് ആണ് ഹോസ്റ്റ്, ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാവോ? കൃഷ്ണ മിസ് എന്നെ ഹോസ്റ്റ് ആക്കാവോ? അല്ല, കൃഷ്ണയാണല്ലോ ഹോസ്റ്റ് കാണിക്കുന്നത്. ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ ജിഷ്മ. ഓക്കെ ഓക്കെ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ 2017 ആരംഭിച്ച ക്രിസ്ത്യൻ മൈനോറിറ്റി മിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിലവിൽ ഫാദർ ഡോക്ടർ പോൾ കരേഡനാണ് നമ്മുടെ ഡയറക്ടർ അച്ഛൻ. കൂടാതെ നമ്മുടെ എല്ലാവിധ എഡ്യൂക്കേഷണൽ കാര്യങ്ങൾക്കും അതുപോലെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വളരെ വലിയ സപ്പോർട്ടായിട്ട് നമുക്ക് കൂടെ നിൽക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽസ് ഡോക്ടർ ഷബീർ ഇഖ്ബാൽ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ ഈ കോഴ്സിനെ പറ്റി ഒരു ഓവർവ്യൂ തരുവാണ്. എല്ലാവരും ഇപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തുമാത്രം അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ പറ്റി എന്തുമാത്രം അറിഞ്ഞിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മിക്കവരും അഡ്മിഷന് അപ്ലൈ ചെയ്തു കിട്ടി അങ്ങനെ വന്നവരായിരിക്കും. കൂടുതൽ ഈ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കില്ല. സോ ഈ ഒരു കോഴ്സിനെ പറ്റി ഒരു ഓറിയന്റേഷൻ നൽകുകയാണ്. നമ്മുടെ ഈ കോളേജിൽ നിലവിൽ 30 സീറ്റുകളാണ് DMLTക്ക് ഉള്ളത്. DDTക്ക് 10 സീറ്റും
രണ്ട് കോഴ്സിനും ഏകദേശം 2 വർഷത്തെ ഡ്യൂറേഷൻ ആണ് ഉള്ളത്. DMEയുടെയും ഗവൺമെന്റ് ഓഫ് കേരളയുടെയും അംഗീകാരത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും ഈ ഒരു കോഴ്സിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡും ആണ്. DMLT കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 2 വർഷം ദൈർഘ്യമുള്ള ഒരു ഡിപ്ലോമ കോഴ്സാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലുള്ള ഡിപ്ലോമ കോഴ്സാണ് DMLT. ഈ ഒരു കോഴ്സ് വഴി നിങ്ങളെ രോഗനിർണയത്തിന് വേണ്ടി പ്രാപ്തരാക്കുന്ന, അല്ലെങ്കിൽ അതിന് രോഗനിർണയം ചെയ്യുവാനായിട്ട് നിങ്ങളെ കഴിവുറ്റവരാക്കി മാറ്റുകയാണ് ഈ ഒരു കോഴ്സ് വഴി കോഴ്സിന്റെ ലക്ഷ്യം. അതിന് വേണ്ട നോളജ് അല്ലെങ്കിൽ അറിവും സ്കിൽസും എല്ലാം നിങ്ങളെ ഈ കോഴ്സ് വഴി സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. അതിനായി ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാകും. കൂടാതെ തിയറി ക്ലാസ്സസ് ഉണ്ടാകും. അങ്ങനെയെല്ലാം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം DMLT അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു കോവിഡ് കേസുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും ഏതൊരു രോഗവും നമ്മൾ ഉറപ്പിക്കുന്നതും ഏതൊരു ഡോക്ടർക്കും ഒരു രോഗത്തെ കണ്ടുപിടിക്കുന്നതിനും അതിനെ ഉറപ്പിക്കുന്നതിനും നമ്മുടെ രോഗനിർണയത്തിന്റെ ആവശ്യകത എന്തുമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന നിങ്ങൾ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹത്തിൽ നിറവേറ്റേണ്ടതുള്ളത്. അതിനുവേണ്ടി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട അറിവും കഴിവും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കോഴ്സിന്റെ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഏകദേശം 2 വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സിന് ഏറ്റവും ചുരുങ്ങിയത് 240 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്കിവിടെ കോളേജിൽ ഓരോ വർഷവും വേണ്ടി വരുന്നത്. ആ ഒരു വർഷ കാലയളവിൽ നിങ്ങൾക്ക് സെമിനാർ, പ്രാക്ടിക്കൽസ് എല്ലാം ഉണ്ടാവും. ഈ ഒരു മെത്തേഡ് വഴി നിങ്ങളെ തിയറിപരമായിട്ടും നിങ്ങളെ കഴിവുറ്റവരാക്കുന്നു. പോരാതെ തന്നെ ലിസി ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് പ്രധാനമായിട്ടും മൈക്രോബയോളജി, ക്ലിനിക്കൽ പത്തോളജി, ഹെമറ്റോളജി, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ബയോകെമിസ്ട്രി പോലുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങളുടെ സേവനം കൂടുതൽ ആവശ്യമായി വരുന്നത്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ ഇത്രയും മേഖലകളിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടതായി വരും. ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ തിയറിറ്റിക്കലി ബേസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷം ഈ ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഓരോ പ്രവൃത്തിയും, നിങ്ങളുടെ ഓരോ ആക്ഷനും നിങ്ങൾ എന്തിനാണ് ആ ഡയഗ്നോസിസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പലവിധ സാമ്പിളുകൾ നിങ്ങളുടെ കയ്യിലൂടെ കടന്നു പോകാം. അപ്പോൾ ഒരു രോഗത്തെ നിങ്ങൾ നിർണ്ണയിക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് വന്നു, എന്തിനാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതും ഈ ഒരു തിയറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാകത്തില്ല. അപ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾ നല്ല രീതിയിൽ കോളേജിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീടുള്ള ഭാവി ജീവിതത്തിലും ഹോസ്പിറ്റലിലാണെങ്കിലും ട്രെയിനിങ്ങിനാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എക്സാമിനേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാകും. അത് രണ്ടാമത്തെ വർഷമായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവുന്നത്. ആദ്യത്തെ വർഷം നിങ്ങൾക്കൊരു എക്സാമും തിയറി ആൻഡ് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാകും. അതിൽ 50% മാർക്കോടെ പാസ്സാവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ DMLTക്കാർക്ക് 3 പേപ്പറാണ് ഉള്ളത്: ബയോകെമിസ്ട്രി, പത്തോളജി ആൻഡ് മൈക്രോബയോളജി. 3 മണിക്കൂറത്തെ ഒരു എക്സാം ആയിരിക്കും. അതുകൂടാതെ ഈ 3 സബ്ജക്റ്റിനും പ്രാക്ടിക്കൽസ് ഉണ്ടാകും. പ്രാക്ടിക്കൽസ് പ്ലസ് നിങ്ങൾക്ക് വൈവ ഉണ്ടാകും. ഈ എല്ലാം കൂടെ കൂട്ടി ഒരു 50% മാർക്ക് ഓരോ സബ്ജക്റ്റിനും വാങ്ങിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ.
ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇന്റേണൽ അസസ്മെന്റ് ഉണ്ടാകും. അതായത് യൂണിവേഴ്സിറ്റി എക്സാം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന ഈ ഒരു ഇന്റേണൽ അസസ്മെന്റിന് 50% മാർക്കോടെ പാസ്സായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ സബ്ജക്റ്റിനും 50% മാർക്കും അത്യാവശ്യമാണ്. അത് തിയറിക്കും പ്രാക്ടിക്കലിനും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. 80% അറ്റൻഡൻസ് മസ്റ്റ് ആണ്. നിങ്ങൾ ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മുന്നേ കൂട്ടി കൺസേൺഡ് അതോറിറ്റിനെ അറിയിക്കേണ്ടതാണ്. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലീവ് അനുവദിക്കുള്ളൂ. ഫൈനൽ എക്സാമിനേഷൻ തിയറി, പ്രാക്ടിക്കൽ, വൈവ അങ്ങനെയായിരിക്കും നടക്കുന്നത്. പ്രാക്ടിക്കലിന്റെ കൂടെ തന്നെയായിരിക്കും വൈവ നടക്കുക. ഫൈനൽ എക്സാമിന് 50% ഓരോ സബ്ജക്റ്റിനും വെച്ചിട്ട് പാസ്സായെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് പാസ്സായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുള്ളൂ. ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് സപ്ലി വരുവാണെങ്കിൽ സപ്ലി ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് എക്സാംസ് ഉണ്ടാകും. പൊതുവെ നമ്മുടെ ഈ ഒരു കോളേജിൽ 100% വിജയമാണ്. നിങ്ങൾ നേരത്തെ സ്പീച്ചിൽ കേട്ട് കാണും. അച്ഛനും സാറെല്ലാം പറഞ്ഞതനുസരിച്ച് നമ്മുടെ 100% വിജയത്തോടെ പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങനെ ഒരു ആദ്യ ചാൻസിൽ തന്നെ എല്ലാവരും പാസ്സാവുകയും ചെയ്യാറുള്ളതുണ്ട്. അത്രയും സ്കിൽഡ് ആയിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ ഇറങ്ങുന്നത്. DMLTക്കാർക്ക് ഹോസ്പിറ്റൽസിലും ലാബ് അതുപോലെ ഗവൺമെന്റ് അംഗീകാരം ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് സെക്ടറിലും ജോലി ചെയ്യാനായിട്ട് സാധിക്കും. നിരവധി തൊഴിലവസരങ്ങളുള്ള ഒരു മേഖല തന്നെയാണ് MLT ഫീൽഡ് എന്ന് പറയുന്നത്. ഫ്ലബറ്റിമിസ്റ്റ് ആയിട്ടും ബ്ലഡ് കളക്ഷൻ ഒക്കെ നമുക്ക് പുറത്തേക്കാണെങ്കിലും വിദേശത്തേക്ക് നോക്കുന്നവരാണെങ്കിലും അങ്ങനെയും നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് DMLT. നിങ്ങൾ തിരഞ്ഞെടുത്തത് വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ്. DDTയെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഒരു 2 ഇയർ ഡിപ്ലോമ കോഴ്സ് തന്നെയാണ്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിട്ട് മാറ്റുകയാണ് ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് നഴ്സിംഗ് ഹോം അതുപോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ക്ലിനിക്കിലും ഡയാലിസിസ് യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പഠനത്തിന്റെ ഭാഗമായി ഹോസ്പിറ്റൽസിൽ ഡയാലിസിസ് യൂണിറ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങൾ ഡയാലിസിസ് മെഷീൻ ആയിട്ടും അതുപോലെ ആ ഒരു ഡയാലിസിസിൽ നടക്കുന്ന എങ്ങനെയൊക്കെയാണ് അവിടെ ഫങ്ഷനിങ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെടാനും കൂടുതൽ ട്രെയിൻഡ് ആകാനും അതുവഴി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും ട്രെയിൻഡ് ആയിട്ടുള്ളതായിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിട്ട് മാറാനായിട്ട് പറ്റും. ഈ ഒരു കോഴ്സിനെ പറ്റി പറയുമ്പോൾ 10 സീറ്റിൽ 2 വർഷത്തെ ഒരു കോഴ്സാണ്. കൂടാതെ ഈ 2 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 1 ഇയർ ട്രെയിനിങ് കൂടെ കൂട്ടിയാണ്. നിങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമിനാറും അസൈൻമെന്റ്സും ഡിസ്കഷൻസും ഒക്കെ ആയിട്ടായിരിക്കും ക്ലാസ് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ പോകാം. അതല്ലാതെ ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകളും എക്സാംസ് ഒക്കെ നടക്കും. നിങ്ങൾക്കും എക്സാമിനും ഉള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ പരീക്ഷയ്ക്ക് 50% മാർക്കോടെ പാസ്സാകുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പാസ്സായെങ്കിൽ മാത്രമാണ് സെക്കൻഡ് ഇയറിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മസ്റ്റായിട്ടും 80% അറ്റൻഡൻസും ആവശ്യമാണ്. നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 പേപ്പറുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽസ് ഓഫ് നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി. സെക്കൻഡ് വൺ റീസെന്റ് അഡ്വാൻസസ് ഇൻ നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജിയാണ്. ഈ 2 പേപ്പറും നിങ്ങൾക്ക് തിയറി എക്സാം ഉണ്ടാകും, പ്രാക്ടിക്കൽസും ഉണ്ടാകും, അതിൻ്റെ കൂടെ വൈവയും ഉണ്ടായിരിക്കും. ഈ ഓരോ സബ്ജക്റ്റിനും 50% മാർക്കോടെ പാസ്സായെങ്കിൽ മാത്രമാണ് നിങ്ങൾ സക്സസ്ഫുള്ളി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദെൻ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ സെഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ട്രെയിനിങ് ആയിരിക്കും. നിങ്ങൾ തിയറി പഠിച്ച കാര്യങ്ങൾ
അതിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. നിങ്ങളതിന് കൂടുതൽ തിയറി മാത്രം പഠിക്കാതെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിൽ ബ്ലഡ് ഡയാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. പിന്നെ ജനറൽ ആയിട്ട് ബോത്ത് DMLT ആൻഡ് DDT സ്റ്റുഡൻസിനുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിസി വളരെ ഡിസിപ്ലിനോട് കൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ സ്റ്റുഡൻസിനെ പ്രത്യേകം നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറിൽ നിന്നൊക്കെ പുറത്തുനിന്ന് നമുക്ക് മനസ്സിലാകാൻ കാരണം അത്രയും ഡിസിപ്ലിനിലാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകും. നിങ്ങൾ ഗുഡ് മാനേഴ്സും ബിഹേവിയർ എല്ലാം കീപ്പ് ചെയ്ത് വേണം അവിടെ തുടർന്നുകൊണ്ട് പോകേണ്ടത്. അതുപോലെ ലീവ് എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ, വിത്തൗട്ട് പെർമിഷൻ നിങ്ങൾക്ക് ലീവ് അനുവദനീയമല്ല. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ അതോറിറ്റിയുടെ സാങ്ഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സിലാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ അനുവാദത്തോടെ മാത്രമേ നിങ്ങൾക്ക് ലീവ് അനുവദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവിധ അറിയിപ്പുകളും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻസും അവിടെ നോട്ടീസ് ബോർഡിൽ ഓഫീസിൽ ഉണ്ടാകും. കൂടാതെ കോളേജിലെ ആയാലും ഹോസ്പിറ്റലിലെ ആയാലും അവിടുത്തെ എക്യുപ്മെന്റ്സ്, എസ്പെഷ്യലി നിങ്ങൾ ലാബിലും ക്ലിനിക്കിലൊക്കെ നിൽക്കുമ്പോൾ അവിടെയുള്ള എക്യുപ്മെന്റ്സും ഉപകരണങ്ങളൊന്നും കേടാക്കാതെ ഹോസ്പിറ്റലിലായാലും കോളേജിലായാലും എക്യുപ്മെന്റ്സും ഫർണിച്ചേഴ്സും എല്ലാം കീപ്പ് ചെയ്യേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വർക്കിംഗ് അവർ നമ്മുടെ ക്ലാസ്സസ് 9 to 4 PM ആണ് ക്ലാസ്. പക്ഷെ ക്ലിനിക്കിൽ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ചിലപ്പോൾ വാരി ചെയ്യാം. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ദ ക്ലിനിക്. അത് നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടിക്ക് കയറേണ്ടി വരുവാണെങ്കിൽ അവിടുത്തെ ഡ്യൂട്ടി ടൈം ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നോർമലി 8 to 5 PM ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത്. പക്ഷെ ചിലപ്പം DDT പിള്ളേർ ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റിൽ എങ്ങനെയാണോ ടൈം അതിനനുസരിച്ച് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. അതുപോലെ ക്ലിനിക്കിലായാലും അവിടുത്തെ ടൈം അനുസരിച്ച് ഈ ഒരു വർക്കിംഗ് അവർ മാറാം. അതുപോലെ തന്നെ കോളേജിലായാലും ഹോസ്പിറ്റലിലായാലും നിങ്ങൾ കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് കയറണം, അല്ലെങ്കിൽ കോളേജിൽ വരണം. 9 to 4 എന്ന് പറയുന്നത് 9 to 4 തന്നെ ആയിരിക്കണം. ഷുഡ് ബി പങ്ക്ച്വൽ. അതുപോലെ ഓരോ അവർ കഴിയുമ്പോഴും നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടാകും. അതുകൂടാതെ ഡെയിലി നിങ്ങൾക്ക് അറ്റൻഡൻസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എക്സാം എഴുതുന്നതിന് ഒരു ക്രൈറ്റീരിയ നിങ്ങളുടെ 80% അറ്റൻഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റൻഡൻസും കീപ്പപ്പ് ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾക്ക് അതായത് അതോറിറ്റിയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ലീവിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലീവ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലീവ് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ നിങ്ങളൊരു ലീവ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ലീവ് വേണമെങ്കിൽ വേറൊരു വർക്കിന് കയറിയിട്ട് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് കയറിയിട്ട് ആ ഒരു ലീവ് നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഓതറൈസ്ഡ് അല്ലാത്ത ഒരു ലീവ് നിങ്ങൾക്ക് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റൻഡൻസ് ഷോർട്ടേജ് ആയിട്ട് തന്നെ അതിനെ കണക്കാക്കത്തുള്ളൂ. ദെൻ ഡ്രസ് കോഡ്, ഈ കാണിച്ചിരിക്കുന്നതല്ല നിങ്ങളുടെ ആക്ച്വൽ യൂണിഫോം. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളൊരു ഹെൽത്ത് പ്രൊഫഷണലാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഡ് ബി വെരി നീറ്റ് ആൻഡ് ക്ലീൻ. നിങ്ങൾക്ക് ഒരു യൂണിഫോം ഉണ്ടായിരിക്കും. അത് ബോയ്സ് ആണെങ്കിൽ വിത്ത് ഷൂസോടെ ആയിരിക്കും. അപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഒരു കോഡ് പോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ ഷുഡ് ബി ഇൻസേർട്ടഡ് ആയിരിക്കണം. അതുകൂടാതെ പാൻറ്റിന്റെ ലെങ്ത് ഒന്നും കട്ട് ഷോർട്ട് ചെയ്യാനോ അങ്ങനെ. നിങ്ങളൊരു ആർട്സ് കോളേജിലെ സ്റ്റുഡൻസ് അല്ല, നിങ്ങൾ ഹെൽത്ത് പ്രൊഫഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെതായ ഡിഗ്നിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ മുടി പുട്ടപ്പ് ചെയ്തിട്ട് വേണം ബോത്ത് കോളേജിലായാലും ഹോസ്പിറ്റലിലായാലും നിൽക്കേണ്ടത്. ഷുഡ് വെയർ എ കോട്ട് ഓൾസോ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിലായിരിക്കും മിക്കപ്പോഴും കോട്ട് തന്നെയായിരിക്കും ഇടേണ്ടത്. അതുപോലെ ഈ ഒരു യൂണിഫോമിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുകയും വേണം. നമ്മുടെ കോളേജിൽ മൊബൈൽ ഫോൺസ് ഒന്നും അലൗഡ് അല്ല. കോളേജിന്റെ ക്യാമ്പസിനകത്തും അതുപോലെ ഹോസ്പിറ്റൽസിലാണെങ്കിലും
ഡിപ്പെൻസ് നിങ്ങളുടെ ഹോസ്റ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് നിങ്ങളുടെ ഹോസ്റ്റൽ അനുസരിച്ച്. ബട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മൊബൈൽ ഫോൺസ് ഒന്നും അലൗഡ് അല്ല. ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും സെക്കൻഡ് ഇയറിൽ മെജോറിറ്റിയും ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ ആ ഒരു ചെയ്യാൻ പോകുന്ന ജോലിക്ക് കയറാൻ പോകുന്നതിന് മുന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ സ്കിൽഡ് ആയിട്ട് മാറണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് മിക്കവർക്കും സെക്കൻഡ് ഇയറിൽ പോസ്റ്റിംഗ് തന്നെയായിരിക്കും. ക്ലിനിക്കൽ ഏരിയയിലായിരിക്കും എക്സ്പോഷർ കൂടുതൽ. ആ ടൈമിൽ ടീച്ചേഴ്സ് വന്ന് നിങ്ങളെ ചെക്ക് ചെയ്യും. നിങ്ങളെ അവിടെ ക്ലിനിക്സിൽ പഠിപ്പിച്ചതും പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ ടൈം ഞാൻ പറഞ്ഞു, ഇറ്റ് മേ വാരി. നിങ്ങളുടെ ക്ലിനിക്ക് അനുസരിച്ച് നിങ്ങളുടെ അവിടുത്തെ ഡ്യൂട്ടി ഷിഫ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ സമയം എങ്ങനെ വേണമെങ്കിലും മാറാം. അതുപോലെ സെക്കൻഡ് സാറ്റർഡേ പോലുള്ള ലീവുകളൊന്നും നിങ്ങൾക്ക് ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കില്ല. പറഞ്ഞ പോലെ ഒരു ആരോഗ്യ പ്രവർത്തകരാണ്, അതുകൊണ്ട് ഹോസ്പിറ്റൽ 365 ഡേ റണ്ണിങ് ആണ്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് സാറ്റർഡേ എന്നുള്ള ഒരു കൺസിഡറേഷൻ ഒന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേ വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലും ചിലപ്പോൾ കയറേണ്ടി വരാം. ഇപ്പോൾ കോളേജിൽ നിന്നൊരു അറിയിപ്പ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ അതോറിറ്റി ഒരു ലീവ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ യാതൊരുവിധ അറിയിപ്പും ഇല്ലാതെ നിങ്ങൾ ലീവ് എടുക്കുവാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പെർമിഷൻ ഇല്ലാതെ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കേണ്ടി വരും ആസ് എ പണിഷ്മെന്റ്. സാധാരണ കുട്ടികളാരും അങ്ങനെ ചെയ്യാറില്ല. കുട്ടികളെല്ലാവരും ലീവ് കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ്. അങ്ങനെ എടുക്കുന്ന ലീവ് അവർ കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ എങ്ങാനും ഒരു പെർമിഷൻ ഇല്ലാതെ ലീവ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 2 days മസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. റാഗിങ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൊരു കോളേജ് തന്നെയാണ് ലിസി ഇൻസ്റ്റിറ്റ്യൂഷൻ. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് ലിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ എന്തെങ്കിലും ഒരു ഇതിനെതിരായിട്ടൊരു ആക്ഷൻ കണ്ടാൽ അതിന് തക്കതായ ഒരു എന്താ പറയാ ഒരു പണിഷ്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളെ എല്ലാവരും ഷുഡ് കീപ് ദിസ് ഡിസിപ്ലിൻസ് ത്രൂ ഔട്ട് ദ ഇയർ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങൾക്കും നോക്കാനായിട്ട് ഓരോ കോഴ്സിനും അതിൻ്റെതായ കോർഡിനേറ്റേഴ്സും അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പൽ സാർ ഡോക്ടർ ഷബീർ സാറിനെ എന്താ പറയാ വിളിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കോർഡിനേറ്റേഴ്സായ കൃഷ്ണ മിസ്സിനെയോ അലിന മിസ്സിനെയോ DMLT സ്റ്റുഡൻസിനെ സമീപിക്കാവുന്നതാണ്. അതുകൂടാതെ DDTക്ക് മിസ്സസ് അനുപ്രിയ ആൻഡ് ഞാൻ തന്നെയാണ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ. സോ നിങ്ങളുടെ എന്തെങ്കിലും എന്ത് കാര്യത്തിനായാലും ഈ പറയുന്ന എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഏകദേശം ഒരു കോഴ്സിനെ പറ്റി ഒരു ധാരണയായെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സാംസും ഉണ്ടാകുന്ന മോഡ്യൂൾസുകളും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇതെല്ലാം തിയറി ബേസിസും അതുപോലെ ക്ലിനിക്കലി നിങ്ങൾക്ക് പോകുമ്പോൾ കിട്ടുന്ന എക്സ്പോഷറും കാര്യങ്ങളെല്ലാം ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺക്ലൂഡിങ് ആൻഡ് വൺസ് അഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലിസി കോളേജിലേക്ക് വാം വെൽക്കം ആൻഡ് all the very best. Thank you. Thank you, Jishma Miss, for your orientation class. Once again, I thank each and everyone who joined together to make this function a memorable one. Thank you very much.